back to Bosco Campus Vision. This is the 14th lecture on entrepreneurship development. Today we will discuss the topic of entrepreneurship development programs. Let us start our session. Meaning of entrepreneurship development programs. Entrepreneurship development program means a carefully designed program that are intended to help an entrepreneurial aspirant to acquire entrepreneurial qualities such as motivation for accomplishment and skills and competencies that are necessary for playing his entrepreneurial role effectively. ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. ഇതിൽ ഓരോ ഇൻഡിവിജ്വൽസിനും ഈ ഒരു പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഓരോ ഇൻഡിവിജ്വൽസിനെയും പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്തെടുപ്പിക്കുക. അവർക്ക് വേണ്ടുന്ന സ്കിൽസ് മോട്ടിവേഷൻസ് എന്തൊക്കെയാണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്ത് അവരുടെ ആ ഒരു ഓണ്ടർപ്രണോറിയൽ ആക്ടിവിറ്റീസിലേക്ക് അവരെ കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമം കൂടി നടത്തുന്നതാണ് ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. Then its definition: a program which helps in developing the entrepreneurial abilities by providing training to the entrepreneurs for the successful operation of the business. ഓണ്ടർപ്രണോറിയൽ എബിലിറ്റീസ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിനേക്കായിട്ട് അവർക്ക് കൊടുക്കുന്ന ഓണ്ടർപ്രണേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ട്രെയിനിങ് ആണ് ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓർ വി ക്യാൻ സേ entrepreneurial development program is intended to motivate entrepreneurs and to provide them with the ability and insight to tide over unexpected and risky business situations. And it is based on the concept that entrepreneurs are not born but they are developed through education and training. ഈ ഒരു കൺസെപ്റ്റിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഓണ്ടർപ്രണേഴ്സ് ആർ നോട്ട് ബോൺ ബട്ട് ദേ ആർ ഡെവലപ്ഡ് ത്രൂ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങും എഡ്യൂക്കേഷനും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ വ്യക്തികളെയും ഓണ്ടർപ്രണേഴ്സാക്കി മാറ്റാം എന്നുള്ളതിൻ്റെ ബേസിലാണ് ഈ ഒരു ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് we can move to the importance of EDP. First one, to provide motivation. Motivation is the essence of the success of any business. Or this EDP program helps to provide motivation, knowledge and skill to entrepreneurial aspirants. Then second importance is to develop entrepreneurial traits. Every entrepreneur should possess some entrepreneurial traits that are qualities that are required for initiating and developing an enterprise. EDP helps to develop entrepreneurial traits. ഓണ്ടർപ്രണോറിയൽ ക്വാളിറ്റീസ് അല്ലെങ്കിൽ ഓണ്ടർപ്രണോറിയൽ ട്രെയ്റ്റ്സ് എന്തൊക്കെയാണെന്നെല്ലാം നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തിരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു EDP പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഓണ്ടർപ്രണേഴ്സിന് തീർച്ചയായിട്ടും അവരുടെ ആ ഒരു ക്വാളിറ്റീസ് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യമാണുള്ളത്. തേർഡ് പോയിൻ്റ് ഈസ് ടു പ്രൊവൈഡ് ഇനിഷ്യേറ്റീവ് ടു സ്റ്റാർട്ട് ഓൺ വെഞ്ചർ. സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങുന്നതിലേക്കായിട്ട് അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് സാധിക്കും. ദേ വിൽ ഗെറ്റ് സം ഇൻഡ്യൂസ്മെൻറ്റ് ടു സ്റ്റാർട്ട് എനി വെഞ്ചർ ഫ്രം ദിസ് EDP. ദെൻ ഫോർത്ത് പോയിൻ്റ് ഈസ് ടു ഡെവലപ്പ് ബാക്ക്വേർഡ് ഏരിയാസ്.
Any program of entrepreneurial development can throw some light to the suitable places where businesses can be advantageously started. This helps in starting new business ventures in rural and backward areas. ഒരുപാട് ബാക്ക്വേർഡായിട്ട് കിടക്കുന്ന പല സ്ഥലങ്ങളും ഉണ്ട്. അവിടെയൊക്കെ വെച്ചിട്ടാണ് സാധാരണയായിട്ട് ഈ ഒരു ഓണ്ടർപ്രണൂറിയൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം നടത്തുന്നത്. സോ അവിടെയുള്ള ഓണ്ടർപ്രണേഴ്സിനെല്ലാം ഇതിൽ പങ്കാളികളാകാൻ പറ്റും. ആ ഒരു ലൊക്കാലിറ്റിയിൽ അപര്യാപ്തമായിട്ടുള്ള ബിസിനസ് ഏതാണെന്ന് അവർക്ക് തിരിച്ചറിഞ്ഞ് ആ ഒരു സംരംഭം അവർക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കഴിയും. സോ അങ്ങനെ പുറകിലോട്ട് കിടക്കുന്ന ആ ഒരു ഏരിയ മുൻപോട്ട് വരാനും പറ്റും. അതാണ് ടു ഡെവലപ്പ് ബാക്ക്വേർഡ് ഏരിയാസ്. ദെൻ നെക്സ്റ്റ് പോയിൻ്റ് ഈസ് ടു പ്രൊവൈഡ് സെൽഫ് എംപ്ലോയ്മെൻറ്റ്. EDPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ഈ ഒരു പോയിൻ്റ്, ദാറ്റ് ഈസ് ടു പ്രൊവൈഡ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. അൺഎംപ്ലോയ്മെൻറ്റ് ഈസ് വെരി സീരിയസ് പ്രോബ്ലം ഇൻ എനി കൺട്രി, വെദർ ഡെവലപ്പിംഗ് ഓർ അണ്ടർ ഡെവലപ്ഡ്. So programs of entrepreneurial development helps educated young people to start their own business enterprises. അവരെ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കാൻ കൂടിയുള്ളൊരു ശ്രമം കൂടിയാണ് EDP. അതായത് വിദ്യാഭ്യാസവും അറിവും എല്ലാം ഉള്ള യുവാക്കളെ സ്വയം പര്യാപ്തരാക്കുക എന്നുള്ള ഉദ്ദേശവും കൂടിയാണ് ഈ ഒരു EDPയുടെ. നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് EDP ഈസ് to improve industrial growth. Growth of any country is measured through its economic growth. ഏത് രാജ്യവും വളർന്നു എന്ന് പറയുമ്പോൾ അവിടുത്തെ സാമ്പത്തിക വളർച്ച നോക്കിയിട്ടാണ് പറയുന്നത് ആ രാജ്യം വളർന്നു എന്ന്. ഇനി എങ്ങനെയാണ് ഈ ഒരു സാമ്പത്തിക വളർച്ച കൈവരിക്കാൻ പറ്റുന്നത്? ഇറ്റ്സ് മെയിൻലി ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്. ആ സാമ്പത്തിക വളർച്ച ആശ്രയിക്കുന്നത് ആ രാജ്യത്തിൻ്റെ ആ ഒരു ഇൻഡസ്ട്രിയൽ ഗ്രോത്തിനെ വഴി ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. സോ ആ ഒരു ഇൻഡസ്ട്രിയൽ ഗ്രോത്തിലേക്കാണ് നമ്മുടെ EDP സഹായിക്കുന്നത്. ലാസ്റ്റ് പോയിൻ്റ് ഈസ് ടു മേക്ക് അവെയർ ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്. ആൻഡ് ദിസ് EDP പ്രോഗ്രാംസ് ഹെൽപ്സ് ടു മേക്ക് ദ ഓണ്ടർപ്രണേഴ്സ് അവെയർ ഓഫ് ഹിസ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ദ നീഡ് ടു ഒബ്സർവ് ഓണ്ടർപ്രണൂറിയൽ ഡിസിപ്ലിൻസ്. These are the main importance of EDP. First one is to provide motivation, then to develop entrepreneurial traits, then to provide initiative to start on venture, to develop backward areas, then to provide self-employment, then to improve industrial growth, then to make aware of social responsibility. Now we are going to discuss role and contribution of EDPs in India. First contribution is the elimination of unemployment and poverty. Second, balanced regional development. Third, utilization of local resources. Then prevention of slum in urban areas. Then diffusing of tension among youth. Let us discuss each one in detail. First one, elimination of unemployment and poverty. Unemployment and poverty are the most serious problems faced by the Indian economy. EDPs can help to strengthen enterprising people to opt for self-employment and entrepreneurial careers. This will help to resolve the problem of unemployment in some extent. ഏറ്റവും ആദ്യത്തെ ഒരു കോൺട്രിബ്യൂഷനാണ് എലിമിനേഷൻ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് പോവർട്ടി എന്ന് പറയുന്നത്. അതായത് തൊഴിലില്ലായ്മയും അതുപോലെ തന്നെ ദാരിദ്ര്യവും തുടച്ചു നീക്കുവാനായിട്ട് ഒരു പരിധിവരെയും EDP ആണ് സഹായിച്ചിട്ടുള്ളത്. അതായത് ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, ആ ഒരു ട്രെയിനിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഓരോ ഇൻഡിവിജ്വൽസിനെയും മോട്ടിവേറ്റ് ചെയ്ത് അവർക്ക് എന്തെല്ലാം കഴിവുകളുണ്ടെന്ന് അവരെ തന്നെ സ്വയം ബോധ്യപ്പെടുത്തി അവർ പുതിയൊരു സംരംഭം സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യുവാനായിട്ടോ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു തൊഴിൽ കണ്ടെത്താനായിട്ട് അവരെ പ്രാപ്തരാക്കുകയാണ് EDP ചെയ്യുന്നത്.
അതുവഴി സ്വന്തമായിട്ടൊരു തൊഴിൽ കണ്ടെത്തി തൊഴിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാവുകയാണ്. അതുവഴി അൺഎംപ്ലോയ്മെൻറ്റും പോവർട്ടിയും എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതാണ് ഫസ്റ്റ് കോൺട്രിബ്യൂഷൻ. നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ആണ് ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ്, അല്ലെങ്കിൽ EDPയുടെ ഒരു കോൺട്രിബ്യൂഷനാണ് ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ്. EDPs can help in faster industrialization and reduction in concentration of economic power in few hands. It is because the small-scale industries can be set up in remote areas with financial resources, which would help in achieving balanced regional development. ഈ ഒരു EDP പ്രോഗ്രാം വന്നതോടുകൂടി കുറച്ച് വ്യക്തികളുടെ കയ്യിലേക്ക് മാത്രം ഈ ഒരു വെൽത്ത് ഒതുങ്ങുന്നത് അതിനൊരു പരിധി ഉണ്ടായി. അവരെ കൊണ്ട് തന്നെ പുതിയ പുതിയ സംരംഭങ്ങളുണ്ടാക്കി ഏതൊക്കെ ഏരിയാസിലാണ് ഈ ഒരു ഡെവലപ്മെൻറ്റ്സ് കുറവായിട്ടുള്ള ഏതൊക്കെ ഏരിയാസാണോ ആ ഏരിയകളിലെല്ലാം തന്നെയും പുതിയ പുതിയ ബിസിനസ്സുകളും പുതിയ പുതിയ വെഞ്ചേഴ്സും ഒക്കെ തുടങ്ങാനായിട്ട് ആൾക്കാരെ പര്യാപ്തരാക്കി. സോ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു റീജിയണൽ ഡെവലപ്മെൻറ്റ് മീൻസ് ആ ഒരു ഏതൊക്കെ ലൊക്കാലിറ്റിയിലാണോ ഡെവലപ്മെൻറ്റ്സ് കുറഞ്ഞു കിടക്കുന്ന ആ ലൊക്കാലിറ്റിയിലേക്കെല്ലാം പുതിയ പുതിയ സംരംഭങ്ങൾ എത്താനായിട്ട് തുടങ്ങി. ഈ ഒരു EDP പ്രോഗ്രാമിൽ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ പങ്കെടുക്കും. പലതരത്തിലുള്ള ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് വഴി അവർക്ക് ഐഡിയാസ് കിട്ടുവാണ്. എന്തൊക്കെ സംരംഭങ്ങൾ എവിടെയൊക്കെ സ്ഥലങ്ങളിൽ കുറവായിട്ടുണ്ട് അവിടെയെല്ലാം നമുക്ക് ചാൻസസ് ആണുള്ളത് എന്നൊക്കെ അവർ മനസ്സിലാക്കി ആ റീജിയണുകളിലെല്ലാം തന്നെ ആ ഓരോ സ്ഥലങ്ങളിലെല്ലാം തന്നെ അവർ പുതിയ പുതിയ സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ it is because the small scale industries can be set up in remote areas. അങ്ങ് ഉൾപ്രദേശങ്ങളിൽ പോലും അവർ പുതിയ സംരംഭങ്ങൾ തുടങ്ങി വിത്ത് ഫിനാൻഷ്യൽ റിസോഴ്സസ് വിച്ച് വുഡ് ഹെൽപ്പ് ഇൻ അച്ചീവിങ് ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ്. ആ ഒരു റിമോട്ട് ഏരിയയിലുള്ള ആൾക്കാരെല്ലാം അതുവഴി അങ്ങ് രക്ഷപ്പെടുകയാണ്. അവർക്കെല്ലാം തൊഴിൽ കിട്ടുന്നു. അതുപോലെ തന്നെ ആ ഒരു റിമോട്ട് ഏരിയയിലുള്ള ഇൻഫ്രാസ്ട്രക്ചറുകളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. അവർക്ക് വെള്ളവും വെളിച്ചവും റോഡ് സൗകര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ അവിടെ ഒരു പുതിയൊരു ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ബേസിക് ആയിട്ടുള്ള ഫെസിലിറ്റീസ് എല്ലാം അവിടെ കിട്ടുകയും ചെയ്യും. അങ്ങനെ ഒരു ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ് സാധിക്കുന്നു. നെക്സ്റ്റ് കോൺട്രിബ്യൂഷൻ ഈസ് ദ യൂട്ടിലൈസേഷൻ ഓഫ് ലോക്കൽ റിസോഴ്സസ്. നമ്മുടെ രാജ്യത്ത് ഒരുപാട് നാച്ചുറൽ റിസോഴ്സസ് റൂറൽ ഏരിയാസിലുണ്ട്. India is a rich country with abundant natural resources available in rural areas. ശരിയായ രീതിയിൽ അത് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് പ്രോപ്പർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദീസ് റിസോഴ്സസ്, ശരിയായ രീതിയിലുള്ള ചൂഷണമാണ് നമ്മൾ ഈ ഒരു റിസോഴ്സസിൻ്റെ അടുത്ത് ഈ റിസോഴ്സസ് ശരിയായ രീതിയിലാണ് നമ്മൾ ചൂഷണം ചെയ്യുന്നതെങ്കിൽ അത് നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് അത് ഒരുപാട് സഹായിക്കും. ഈ ഒരു EDP പ്രോഗ്രാം വഴി ലോക്കൽ ഏരിയാസിലുള്ള നാച്ചുറൽ റിസോഴ്സസിനെ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു നല്ല രീതിയിലുള്ള പുതിയ പുതിയ വെഞ്ചേഴ്സ് ഓരോ ഓണ്ടർപ്രണേഴ്സിനും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് കോൺട്രിബ്യൂഷൻ ഈസ് പ്രിവെൻഷൻ ഓഫ് സ്ലം ഇൻ അർബൻ ഏരിയാസ്. അതായത് ഇപ്പം നഗരപ്രദേശങ്ങളിലാണ് ഇപ്പോൾ റോഡ് സൗകര്യങ്ങളും എല്ലാ ഫെസിലിറ്റീസ് ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഫെസിലിറ്റീസും ഉണ്ടെങ്കിൽ എല്ലാവരും അർബൻ ഏരിയയിലായിരിക്കും കൂടുതലായിട്ട് ഇൻഡസ്ട്രി തുടങ്ങാനായിട്ട് താല്പര്യപ്പെടുന്നത്. അതേസമയം ഈ ഒരു EDP പ്രോഗ്രാംസ് വഴി ഒരുപാട് അതുപോലെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള സബ്സിഡീസും ഇൻസെൻറ്റീവ്സും ഒക്കെ ഈ ഒരു EDP പ്രോഗ്രാംസിൽ പങ്കെടുക്കുന്നവർക്ക് കൊടുക്കാറുണ്ട്. സോ അങ്ങനെ ഈ ഒരു പ്രോഗ്രാമിൽ കൂടി പങ്കെടുക്കുന്ന വ്യക്തികൾക്ക് ബാക്ക്വേർഡായിട്ടുള്ള ഏരിയാസിൽ കൂടി ഇൻഡസ്ട്രി തുടങ്ങാനായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കും. സോ അതുവഴി അർബൻ ഏരിയാസിലുള്ള ഇൻഡസ്ട്രീസിൻ്റെ ആ ഒരു കൂടിച്ചേർന്ന് എല്ലാം കൂടി തിങ്ങി ഞെരുങ്ങുന്ന അവസ്ഥ അങ്ങ് കുറയ്ക്കുവാനായിട്ട് സാധിക്കും.
All the metropolitan and other big cities of India are highly congested, leading to industrial slums. EDP is a progressive step towards removal of industrial slums. Entrepreneurs are provided with various incentives, subsidies, and infrastructural facilities to set up their enterprise in backward regions. Next contribution is diffusing of tension among youth. വിദ്യാസമ്പന്നരായിട്ടുള്ള യുവാക്കളുടെ ഒരു പ്രധാന പ്രശ്നമാണ് തൊഴിലില്ലായ്മ എന്ന് പറയുന്നത്. സോ ഈ ഒരു ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൽ കൂടി അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുവാനും സ്വയം പര്യാപ്തരാക്കുവാനും കേപ്പബിളാക്കി മാറ്റുകയാണ് EDP ചെയ്യുന്നത്. Any young person would feel frustrated if he or she doesn't get employment after completing his or her education. വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ഒരു ജോലി വേണം, അതാണ് നമ്മുടെ എല്ലാവരുടെയും ഉദ്ദേശവും ലക്ഷ്യവുമെല്ലാം. അപ്പോൾ ജോലി കിട്ടാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെല്ലാം വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആകുന്നു. സോ ദ ടാലൻറ്റ് ഓഫ് ദ യൂത്ത് മസ്റ്റ് ബി diverted to self-employment careers to help the country in diffusing social tension and unrest among the youth. അതുവഴി സാമൂഹ്യപരമായിട്ടുള്ള ആ ഒരു ടെൻഷൻസ് ഒഴിവാക്കാൻ പറ്റും. അതായത് യുവാക്കൾക്ക് ജോലിയില്ലാതെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് പല പ്രശ്നങ്ങളിലേക്കും നമ്മുടെ തലമുറ പോകുന്നത്. അവർക്ക് പറ്റുന്ന രീതിയിലുള്ള അവരുടെ അവർക്കുള്ള പൊട്ടൻഷ്യലായിട്ടുള്ള യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ജോലികളിൽ അവർ ഏർപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സമൂഹത്തിൽ നടക്കുന്ന അതിക്രമങ്ങളൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും. സോ ഇത്രയുമാണ് റോൾ ആൻഡ് കോൺട്രിബ്യൂഷൻ ഓഫ് EDPs ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു വലിയ രാജ്യത്ത് പ്രധാനമായിട്ട് ഈ ഒരു 5 തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടിയാണ് ഇതെല്ലാം തന്നെ. അൺഎംപ്ലോയ്മെൻറ്റ്, പോവർട്ടി, പിന്നെ റീജിയണൽ ഡെവലപ്മെൻറ്റ്, പിന്നെ ലോക്കൽ റിസോഴ്സസിൻ്റെ യൂട്ടിലൈസേഷൻ, ദെൻ സ്ലം ഇൻ അർബൻ ഏരിയാസ്, ദെൻ അൺഎംപ്ലോയ്മെൻറ്റ്, അത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. അത് യൂത്തിൻ്റെ ഇടയ്ക്ക് വരുന്ന അൺഎംപ്ലോയ്മെൻറ്റ്. അപ്പോൾ ഇതൊക്കെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നേരിടുന്ന വലിയ വലിയ പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങളെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്ത് നിർത്തുവാനായിട്ട് ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം സഹായിക്കുന്നു. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയുമാണ്, അതായത് ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന ആ ഒരു ടോപ്പിക്കാണെന്ന് ഡിസ്കസ് ചെയ്തത്. എന്താണ് EDP, അതിൻ്റെ മീനിങ്, അതിൻ്റെ ഡെഫിനിഷൻ, ദെൻ പിന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം EDPയുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത്.